ഹരി ഓം. 18ാമത്തെ സ്തുതി ഭൂമിദേവി സ്തുതിക്കുന്നത്. ഇത് ഭാഗവതത്തിൽ 4ാമത്തെ സ്കന്ധം 17ാമത്തെ അധ്യായം 29 മുതൽ 36 വരെ ശ്ലോകങ്ങൾ. വേനൻ്റെ യജ്ഞാദി സത്കർമ്മ നിരോധം കൊണ്ടും ഈശ്വര നിന്ദ കൊണ്ടും മഹത് നിന്ദ കൊണ്ടും വർദ്ധിച്ച ദുഷ്ടത കൊണ്ടും ഭൂമിക്ക് ധാന്യം മുളപ്പിക്കാൻ ശേഷി ഇല്ലാതായി. വിതച്ച വിത്തുകളെല്ലാം ഭൂമിയിൽ ആണ്ടുപോയതേയുള്ളൂ. ധാന്യം മുളക്കാതെ വന്നപ്പോൾ ജനം പട്ടിണിയിലായി. പ്രജകൾ വിശപ്പു സഹിക്കാതെ കഴിയാതെ പൃഥു മഹാരാജാവിനെ സമീപിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം തരണേ എന്നപേക്ഷിച്ചു. പ്രജകളുടെ രോദനം കേട്ട് രാജാവ് ഭഗവാനെ ധ്യാനിച്ചു. ഭൂമിയാണ് കുറ്റക്കാരി എന്നു മനസ്സിലായി. അസ്ത്രം ദേവിക്കു നേരെ തൊടുത്തു. ഭൂമിദേവി ഗോരൂപം പൂണ്ട് ഓടാൻ തുടങ്ങി. പൃഥുവും പിന്നാലെ ഓടി. അസ്ത്രവും കൊണ്ടടുക്കുന്ന രാജാവിനെ കണ്ട് ഭയന്ന് എവിടെയും ഒരു ശരണം കിട്ടാതെ ഒടുവിൽ രാജാവിൻ്റെ കാൽക്കൽ വീണ്, നിരപരാധിയും അങ്ങയുടെ പ്രജകളിൽ ഒരുവളുമായ എന്നെ രക്ഷിക്കണേ എന്നപേക്ഷിച്ചു ഭൂമിദേവി. പൃഥു പറഞ്ഞു, നീ യജ്ഞത്തിൽ ഭാഗം സ്വീകരിക്കുന്നു, പക്ഷേ ഞങ്ങൾക്ക് ധനധാന്യാദികൾ നൽകുന്നില്ല. പുല്ലു തിന്നുന്നു, പാൽ തരുന്നില്ല, ഔഷധികളെ പുറത്തു വിടുന്നില്ല. അങ്ങനെ എല്ലാം നീ തടഞ്ഞു വച്ചിരിക്കയാണ്. നിനക്ക് രക്ഷയില്ല, ഞാൻ വധിക്കും. ഭൂമിദേവി പറഞ്ഞു, അപരാധം ചെയ്യാത്ത എന്നെ കൊല്ലുവാൻ ഇച്ഛിക്കുന്നതെന്താണ്? തെറ്റ് ചെയ്താൽ പോലും സ്ത്രീകളെ ആരും കൊല്ലാറില്ല. വിശ്വത്തെ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന അങ്ങ് എന്നെ കൊല ചെയ്താൽ പിന്നെ ജനങ്ങളും ഭവാനും എവിടെ ജീവിക്കും? എന്നെല്ലാം ചോദിച്ച് ഭൂമിദേവി സ്തുതിച്ചു. സ്തുതി കേൾക്കാം. ധരോവാച നമഃ പരസ്മൈ പുരുഷായ മായയാ വിന്യസ്തനാനാതനവേ ഗുണാത്മനേ നമഃ സ്വരൂപാനുഭവേന നിർധുത ദ്രവ്യക്രിയാകാരകവിഭ്രമോർമയേ യേനാഹമാത്മായതനം വിനിർമ്മിത ധാത്രായതോയം ഗുണസർഗസംഗ്രഹ സ ഏവ മാം ഹന്തുമുദായുധസ്വരാട് ഉപസ്ഥിതോന്യം ശരണം കമാശ്രയേ യ ഏതദാവസൃജച്ചരാചരം സ്വമായയാത്മാശ്രയാ വിതർക്യയാ തയൈവ സോയം കില ഗോപ്തുമുദ്യത കഥം നു മാം ധർമ്മപരോ ജിഘാംസതി നൂനം ബതേശസ്യ സമീഹിതം ജനേ തന്മായയാ ദുർജയയാ കൃതാത്മഭി ന ലക്ഷ്യത്തെ യസ്ത്വകരോദകാരയത് യോനേക ഏക പരതശ്ച ഈശ്വര സർഗാദിയോസ്യാനുരുണദ്ധി ശക്തിഭിർ ദ്രവ്യക്രിയാകാരകചേതനാത്മഭി തസ്മൈ സമുന്നുദ്ധ നിരുദ്ധശക്തയേ നമഃ പരസ്മൈ പുരുഷായ വേധസേ സ വൈ ഭവാനാത്മവിനിർമ്മിതം ജഗത് ഭൂതേന്ദ്രിയാന്തഃകരണാത്മകം വിഭു സംസ്ഥാപയിഷ്യന്ന ച മാം രസാതലാദ് അഭ്യുജ്ജഹാരാംഭസ ആദിസൂകര അപാമുപാസ്തേ മൈനാവ്യവസ്ഥിത പ്രജാഭവാനദ്യരിരക്ഷിഷു കില സ വീരമൂർത്തി സമഭൂധരാധരോ യോ മാം പയസ്യുഗ്രശരോ ജിഗാംസസി നൂനം ജനൈരീഹിതമീശ്വരാണാം അസ്മദ്വിധൈസ്തദ്ഗുണസർഗമായയാ ന ജ്ഞായതേ മോഹിതചിത്തവത്മഭി തേഭ്യോ നമോ വീരയശസ്കരേഭ്യഃ. യോഗമായയാൽ
അനേക രൂപം ധരിക്കുന്നവനും ഗുണമയാനായി പ്രകാശിക്കുന്നവനും വാസ്തവത്തിൽ സ്വസ്വരൂപ അനുഭവത്താൽ അഹങ്കാരവും അതുകൊണ്ടുണ്ടാകുന്ന രാഗദ്വേഷാദികൾ വെടിഞ്ഞവനും പരമപുരുഷനുമായ അങ്ങയ്ക്ക് നമസ്കാരം. ജീവജാലങ്ങളെ സൃഷ്ടിച്ച് എന്നിൽ വസിക്കുവാൻ കൽപ്പിച്ച അങ്ങ് തന്നെ എന്നെ വധിക്കാൻ തുടങ്ങുന്നത് നീതിയാണോ? പിന്നെ ആരുണ്ട് എനിക്കൊരു ശരണം? അന്തര്യാമിയായ നിന്തിരുവടിയെ സന്താപജ്ഞയായ ഞാൻ നമസ്കരിക്കുന്നു. സൃഷ്ടിക്കു മുമ്പ് അങ്ങ് ഏകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങയുടെ മഹിമയാൽ മായയെ അംഗീകരിച്ചിട്ട് പിന്നെ അനേകമായി ഭവിച്ചു. ആരാലും ജയിക്കപ്പെടുവാൻ കഴിയാത്തതായ ആ മായയുടെ ബാധയാൽ വിഷയാസക്തന്മാരായിരിക്കുന്ന ജനങ്ങൾക്ക് അങ്ങയെ ഗ്രഹിക്കാൻ പ്രയാസമാണ്. ആദിയിൽ അങ്ങ് ലോകസ്വരൂപമായ നാഭിപത്മത്തിൽ നിന്ന് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു. ആ ബ്രഹ്മാവിനെ കൊണ്ട് ലോകത്തെ സൃഷ്ടിപ്പിക്കുന്നു. അങ്ങയുടെ സങ്കല്പം ഏതു വിധമാണെന്നാർക്കും തന്നെ അറിവാൻ കഴിയുന്നതല്ല. സർവാന്തര്യാമിയായിരിക്കുന്ന ആ പരമപുരുഷനായിക്കൊണ്ട് നമസ്കാരം. ഈ ലോകത്തെ നിലനിർത്തുവാനായിട്ട് ജന്മാതിരഹിതനായ ഭവാൻ തന്നെ സ്വേച്ഛയാ ആദിയിൽ വരാഹരൂപത്തെ അംഗീകരിച്ച് പാതാളത്തിൽ പ്രവേശിച്ച് അവിടെ നിന്ന് ജലത്തിൽ കൂടെ എന്നെ മേൽപോട്ട് കൊണ്ടുവന്നുറപ്പിച്ചില്ലയോ? അങ്ങയ്ക്ക് ചെയ്യുവാൻ കഴിയാത്തതായി എന്തിരിക്കുന്നു? പ്രഭോ, പ്രസാദിക്കുമാറാകണം. അങ്ങയുടെ ത്രിഗുണക്ഷോഭകമായ മായയാൽ മോഹിത ചിത്തവൃത്തികളായ ഞങ്ങളെപ്പോലുള്ളവർ മഹാപുരുഷന്മാരുടെ സങ്കല്പം അറിയുന്നില്ല. അപ്പോൾ പിന്നെ സർവേശ്വരനായ അങ്ങയുടെ സങ്കല്പം അറിയുന്നില്ലെന്ന് പ്രത്യേകം പറയേണ്ടതുണ്ടോ? ഭക്തവത്സലന്മാരായ അവതാരമൂർത്തികൾക്ക് നമസ്കാരം. പൃഥുചക്രവർത്തി ആദ്യം ചെയ്തത് ജനത്തിൻ്റെ വിശപ്പ് മാറ്റിക്കൊടുക്കുക എന്നതായിരുന്നു. രാജ്യം ഭരിക്കുന്നവർ ദുഷിച്ചു പോയാൽ ഫലം എന്താവുമെന്നും ഭരണാധികാരികൾ നന്നായാൽ അതിൻ്റെ ഫലം എന്തായിരിക്കുമെന്നും ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.